നമ്മൾ കപ്പൽ കയറിയിട്ട് 7 മാസം കഴിയുന്നു. 200 ദിവസത്തിന് മുകളിലായി നമ്മളൊരു ഷോർ ലീവ് പോയിട്ട് ഇന്ന് പുറത്തു പോവുകയാണ് വിയറ്റ്നാമിലെ ഹലോങ് ബേ കാണാൻ. നമ്മുടെ കപ്പലിൽ നിന്ന് 15 മിനിറ്റ് ബോട്ടിൽ പോകണം കരയിലെത്താൻ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കരയിലെത്തി. നമ്മളെ കാത്ത് ഏജന്റുമാര് 2 കാറുമായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പോകുന്ന വഴിയിലെ റോഡ് സൈഡിലെല്ലാം അരിവാൾ ചുറ്റിക കൊടി പാറി പറക്കുന്നുണ്ട്. വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. നല്ല ക്ലീൻ സിറ്റിയാണ് കേട്ടോ. അങ്ങനെ 40 മിനിറ്റ് കാറിൽ യാത്ര ചെയ്ത് നമ്മൾ നമ്മളുടെ സ്പോട്ടിലെത്തി. അവിടെ വലിയൊരു ടെർമിനൽ കാണാം. അവിടെ മറ്റൊരു ഏജന്റ് നമ്മളെ കാത്ത് ടിക്കറ്റുമായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ടാക്സി പിടിച്ചു. അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്ന് വേണ്ട നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് ക്രൂയിസ് ബോട്ടിൽ കയറിയിട്ട് കേവ് കാണാൻ വേണ്ടിയിട്ട് പോവാണേ. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബോട്ട് വിടത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ അതിഗംഭീരമായ ഫോട്ടോഷൂട്ട് നമ്മുടെ ക്യാപ്റ്റൻ സാറിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ട തന്നെത്താൻ സെൽഫി എടുക്കുന്ന നമ്മുടെ സ്വന്തം കാസർഗോഡിൻ്റെ താരമായിട്ടുള്ള അബോസൻ. ബോട്ട് നമ്മളുമായിട്ട് പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് വിട്ടു. നമ്മൾ കേവിലേക്ക് പോവുകയാണ്. അടിപൊളി മനോഹരമായിരിക്കും. നോക്കൂ, നമ്മൾ 8 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കേവ് കാണാനാണ്. മനോഹരമായ 2 കേവുകൾ കാണാനാണ് പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഈ സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ടാണ്. അതുകൊണ്ട് ടൂറിസ്റ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എൻജോയ് ചെയ്യാം വിയറ്റ്നാമിൽ വന്നിട്ട്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, കുടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും എടുക്കാം കേട്ടോ. ബീർ സാധനങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ കപ്പൽ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന കപ്പിത്താനാണ് നമുക്ക് കപ്പിത്താനെ പരിചയപ്പെടാം. നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്താനെ പരിചയപ്പെടാം. വാ. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്താനെ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കപ്പിത്താന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങി വിടാം. വാ, ഇല്ലെങ്കിൽ അവർ ഓടിക്കും. ഉൾക്കടലിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ചുണ്ണാമ്പ് പാറകളും ഗുഹകളും ഒക്കെയാണിത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം ഒരുപാട് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ടതാണ് ഇതൊക്കെ. മനോഹരമായൊരു ഗുഹയാണിത്. ചുണ്ണാമ്പ് കല്ലുകളാണ് ഈ കാണുന്നത്. സങ് സോട്ട് കേവ് എന്നാണ് ഇതിന്റെ പേര്. 1901 ഫ്രഞ്ചുകാരാണ് ഈ ഗുഹ ആദ്യമായി കണ്ടുപിടിച്ചത്. പറഞ്ഞറിയിക്കാനോ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാനോ ഒന്നും കഴിയുന്നില്ല. അത്ര മനോഹരമാണ് ഇതിനുള്ളിൽ. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാറിയില്ല, വാക്കുകൾ പറയാറിയില്ല. കണ്ട് മനസ്സിലാക്കേണ്ട കാഴ്ചകളാണ്. അതുകൊണ്ട് എല്ലാവരും വന്നോ. ഈ മാൽദീവ്സും തായ്ലാൻഡും ഒക്കെ ചെറുതായിട്ട് മാറ്റി പിടിക്കുന്ന ഇനിയെങ്കിലും ഇതിൻ്റെ അകത്ത് കണ്ട കാഴ്ചകൾ വിശ്വസിക്കാൻ പറ്റുന്നതല്ല. മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം, ഒരു രക്ഷയില്ല. ഒരു മല കയറ്റത്തിന് ഒരു മല ഇറക്കമുണ്ടെന്നല്ലേ. ബാ, ഇറങ്ങി വരുമ്പോഴത്തെ കാഴ്ചയാണ് കേട്ടോ. 2 സൈഡിലും മഴ മാത്രമല്ല, സൈഡിൽ കാണുന്ന കാഴ്ചകളായാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ, വേറെ ലെവലിൽ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. വീണ്ടും ഞാൻ പറയുന്നു, വിയറ്റ്നാമിൽ വരുന്നവർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാം. മതി. ഫോട്ടോ എന്ത് ഫോട്ടോ? നമുക്ക് പോവാം. അവർ വരും. ഇനി 2ാമത്തെ കേവിലോട്ട് കയറാം. നോക്ക്, കമോൺ. 2ാമത്തെ കേവിലേക്ക് നമ്മളെത്തി. നമുക്ക് കപ്പലിൽ നിന്ന് ഒരു 6-7 മണിക്കൂറേ ഉള്ളൂ പുറത്തു പോകാൻ കിട്ടിയ സമയം. പക്ഷേ 6-7 മണിക്കൂറൊന്നും വേണ്ട, ഒരു 1-2 മണിക്കൂർ നിങ്ങൾ ഈ കാഴ്ച കാണുക. ഈ കാഴ്ച ഒന്ന് കാണുക. എങ്ങനെയുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്താ? 7 മാസമായിട്ട് കപ്പലിൽ നമുക്ക് ഷോർ ലീവ് കിട്ടിയിട്ടില്ല. പുറത്ത് പോകാനെ കൊണ്ട് 7 മാസമായിട്ട് പറ്റിയിട്ടുമില്ല. പക്ഷേ അവസാനം വീട്ടിൽ പോകേണ്ട സമയമായപ്പോഴാണ് കപ്പൽ വിയറ്റ്നാമിൽ എത്തുന്നതും നമ്മൾ വിയറ്റ്നാമിൽ പുറത്ത് വരാനൊരു ചാൻസ് കിട്ടുന്നത്. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു 1.5 വരവായിപ്പോയി കേട്ടോ. കല്ല്
എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, അവസാനം നമ്മൾ വെട്ടം കണ്ടിരിക്കുന്നു. മലയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് വന്നു. പണ്ടത്തെ കാലഘട്ടത്തിലെ അവരുടെ ഫോട്ടോസാണ്, എന്തെന്ന് നമുക്കറിയത്തില്ല. ഫിഷർമാൻ ചാൻജൂരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ വരുന്നവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഈ 2 പോയിന്റ് മാത്രമാണ്. അങ്ങനെ ഗുഹ കണ്ടിറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും ദാഹിച്ചു. അവിടെ നിന്നൊരു കരിക്കൊക്കെ കുടിച്ചു. ഇനി നമുക്ക് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് മാളിൽ കറങ്ങി ഞാനൊരു ജാക്കറ്റൊക്കെ വാങ്ങി. അങ്ങനെ ഷോപ്പിങ്ങിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് വാലി ബീച്ച് ക്ലബിലേക്കാണ്. രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ കൂടി വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും നല്ല അടിപൊളി പാർട്ടി വൈബ്. ഫ്രൂട്ട്സും ബീറും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പാർട്ടി ബീച്ചിലെ കൊട്ടിക്കലാശങ്ങൾക്കൊക്കെ ശേഷം നേരെ പോയത് സീ ഫുഡ് കഴിക്കാൻ. കൊഞ്ചും ഞണ്ടും മീനുമൊക്കെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു. ഇവിടുത്തെ നോട്ടുകളൊക്കെ ലക്ഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ 1 10 100 ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്താനുള്ള നേരം നമുക്കില്ല. കയ്യിലുള്ളതെല്ലാം വാരി അങ്ങോട്ട് കൊടുത്തു. ഇനി നമ്മൾ കപ്പലിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയെടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തണം. നമ്മുടെ സ്പോട്ടിൽ നമ്മൾ തിരിച്ചെത്തി. അവിടെ നിന്നും ബോട്ടിൽ കയറി. 20 മിനിറ്റാണ് ഇനി നമുക്ക് കപ്പലിലേക്കുള്ള യാത്ര. അങ്ങനെ ബോട്ടിൽ കയറി നമ്മൾ കപ്പലിനടുത്തേക്ക് പോയി. 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ കപ്പലിനടുത്തെത്തി. എല്ലാം കൂടെ നമുക്ക് $100 ചെലവായി 8000 രൂപ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇനി പറയുന്നത് ഈ 8000 രൂപയ്ക്ക് ആർക്കെങ്കിലും ഇന്ത്യയിൽ നിന്ന് വിയറ്റ്നാമിലെത്തി ഈ ഹാലോങ് ബേയും ഈ ഗുഹകളും ഒക്കെ കണ്ടിട്ട് തിരിച്ചെത്താൻ പറ്റുമോ? ഇല്ല. അത് പറ്റുന്ന ഒരു ജോലിയാണ് ഇത്. ഈ ജോലിയുടെ ഒരു മെച്ചമെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. തായ്ലാൻഡും മാൽദീവ്സും ഒക്കെ കറങ്ങുന്നവർക്ക് വിയറ്റ്നാം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള രാജ്യം ഒരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും. അപ്പൊ കാണാം നമുക്ക് അടുത്ത വീഡിയോയുമായി.